ശരിയാവണം എന്ന് പറയരുത്. അത് അള്ളാഹു നിശ്ചയിച്ചൊരു സമയത്ത് അള്ളാഹു ശരിയാക്കി തരും. ആ ഒരു പ്രവചനങ്ങളൊക്കെയാണ് ഹിജ്റയിലൂടെ പുലർന്നത് എന്ന് മനസ്സിലാക്കണം. നാളെ മുഹറം 9 നമുക്ക് നോമ്പെടുക്കൽ സുന്നത്തുള്ള ദിവസം. അത് കഴിഞ്ഞാൽ മുഹറം 10. ഇങ്ങനെ സവിശേഷമായ 2 ദിവസങ്ങൾ, അല്ലെങ്കിൽ 9ഉം 10 അല്ലെങ്കിൽ 10ഉം 11 3ഉം ഒരുമിച്ചോ ഒക്കെ നോമ്പെടുക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ വളരെ ശ്രേഷ്ഠമായതാണത്. മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന മുഹറം മാസത്തിലാണത് സംഭവിച്ചത് എന്നത് മുഹറവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ വലിയൊരു അത്ഭുതമാണ്. നബിയുല്ലാഹി മൂസ ബിൻ ഇമ്രാൻ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേൽ മക്കളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് കടൽ കടക്കുന്ന നേരത്ത് അഖബ ഉൾക്കടലാണ് അവർ അഖബയല്ല, സുയസ് ഉൾക്കടൽ. സുയസ് ഉൾക്കടലിൽ നിന്ന് മെഡിറ്ററേനിയനിലേക്കുള്ള ചാലാണ് നമ്മൾ ഈ സുയസ് കനാൽ എന്ന് പറയുന്നത്. സുയസ് ഉൾക്കടൽ, ആ ഉൾക്കടലിൻ്റെ ഇങ്ങ് അറ്റം, അതായത് ഏകദേശം സീനാ മരുഭൂമിയുടെ അങ്ങ് മൂലയിൽ മഹാനായി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടൽ കടന്നെത്തിയ സ്ഥലം. ആ സ്ഥലത്ത് അവർ വെള്ളത്തിലൂടെ സഞ്ചരിച്ച, അല്ലെങ്കിൽ വെള്ളം അല്ലാഹു തആല മാറ്റിക്കൊടുത്ത് കടലിലൂടെ വെള്ളം തൊടാതെ വറ്റിയതായിട്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ഇസ്രായേലി മക്കളും സഞ്ചരിച്ച ആ ഒരു യാത്ര, അത് നടന്നത് മുഹറത്തിലാണ്. ഫറോവ എന്ന വലിയ ഒരു ളാലിമിൽ നിന്ന്, ഒരു അക്രമിയിൽ നിന്ന് ഒരു ഉമ്മത്തിന് അല്ലാഹു മോചനം കൊടുത്തത് മുഹറത്തിലാണ്. അപ്പോൾ മുഹറം എന്നത് വിജയത്തിൻ്റെ ഒരു മാസമാണ്, വിജയം ആഘോഷിക്കുന്ന ഒരു മാസമാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചതാണ്, നിങ്ങളെന്തേ നോമ്പനുഷ്ഠിക്കാൻ കാരണം? തങ്ങൾ നോമ്പ് ചെയ്യാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മദീനത്തേക്ക് വരുന്നതിന് മുമ്പേ ആഷുറയിൻ്റെ നോമ്പെടുക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സ്വഹാബിമാരെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്നത് മദീനയിലെത്തി ജൂതന്മാരുമായുള്ള ഈ ഒരു സംഭാഷണം കഴിഞ്ഞ് നഹ്നു അഹഖു മിൻകും ബി മൂസാ നബി അലൈഹിസ്സലാമിനോട് നിങ്ങളെക്കാളും ബന്ധപ്പെട്ടത് ഞങ്ങളാണല്ലോ എന്ന് പറഞ്ഞാണ് നബി തങ്ങൾ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് ചോദിച്ചു, എന്തേ നിങ്ങൾ നോമ്പെടുക്കുന്നത്? അവർ പറഞ്ഞു, ഈ ദിവസമാണ് ഫറോവയെ അള്ളാഹു മുക്കിക്കൊന്നത്, ഈ ദിവസമാണ് ഞങ്ങളുടെ പ്രവാചകനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ആ ഒരു സന്തോഷം ഞങ്ങൾ ആചരിക്കുകയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്. അതാണ് ഞങ്ങളുടെ ഈ നോമ്പ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു, ഇന്ന് അത് 10ൻ്റെ അന്നാണ്, ഞങ്ങളാണ് നിങ്ങളെക്കാളും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അവരാ പറഞ്ഞ വസ്തുത ശരിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നു. അതുകൊണ്ടാണ് വഹി കൊണ്ടാണ് സ്ഥിരപ്പെടുക. ജൂതന്മാർ പറയുമ്പോഴേക്കും തങ്ങൾ സ്വീകരിക്കില്ല. പക്ഷെ അത് യാഥാർത്ഥ്യവുമായി യോജിച്ചു വന്നിട്ടുണ്ട് എന്ന് നബി തങ്ങൾക്ക് വഹി വരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് പറയുന്നു, ഇതാ നമ്മൾ നോമ്പെടുത്തേക്കണം. അടുത്ത ഒരു വർഷം ഇൻഷാ അല്ലാഹ് ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, ഞാൻ അടുത്ത ഒരു വർഷം കൂടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 ഞാൻ നോമ്പെടുത്തിരിക്കും എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ അടുത്ത വർഷം തങ്ങൾ വഫാത്താവുകയാണ് ഉണ്ടായത്. അതായത് ഹിജ്റ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ്, ഹിജ്റ കഴിഞ്ഞ 10ാം അല്ലെങ്കിൽ 9ാം വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നർത്ഥം. തങ്ങൾ ആഗ്രഹിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 നോമ്പെടുക്കുക. ആ 9 ഈ താസിയാണ്, താസുഅ എന്ന് പറയുന്നത്. മുഹറത്തിൻ്റെ ആഷിർ എന്ന 10 ആഷൂറ എന്ന് പറയുന്നത്. മുഹറം 9 അല്ലെ മുഹറം 10. അള്ളാഹു നമുക്കൊക്കെ നോമ്പനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രയാസമൊന്നുമില്ലാത്തവർ, വെയിലത്ത് ജോലിയൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായും ആ നോമ്പിന് വേണ്ടി നിയത്ത് ചെയ്യാം. അള്ളാഹു സഹായിക്കട്ടെ. റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് ഇത് ഖളാഊടെ നിയത്ത് ചെയ്താൽ ഖളാഉം കിട്ടും, സുന്നത്തും കിട്ടും, രണ്ടും കൂടെ കിട്ടും. അള്ളാഹു തആല നമ്മുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ മാസം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു വിജയം, ഒന്ന് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിലെയും. ഒന്ന് ഹിജ്റയാണ്, മറ്റൊന്ന് എക്സോഡസാണ്. എക്സോഡസ് എന്നാണ് അതിന് പറയുന്നത്. കടൽ മുറിച്ച് കടന്ന സംഭവത്തിന് ഈജിപ്തിലൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഹോളി ലാൻഡ് യാത്ര പോയ ആളുകൾക്കൊക്കെ അത് കാണാൻ കഴിയും. ഉയൂൻ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ ഉറവ എന്ന് പറയുന്ന 3-4 കിണറുകളുള്ള സ്ഥലമുണ്ട്. നമ്മൾ സൂയസ് കനാലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഫലസ്തീനിൽ നിന്ന്, താബയിൽ നിന്ന് നമ്മൾ ഈജിപ്തിലേക്ക് പോകും. അബ്ദുറഹ്മാൻ തങ്ങൾ അവർ നല്ലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. വേണമെങ്കിൽ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മളത് ശരിക്കും യാത്ര ചെയ്ത അനുഭവം കിട്ടും. ആ ഉയൂൻ മൂസ എന്ന് പറയുന്ന സ്ഥലമാണ് അതിൻ്റെ തൊട്ട്, അത് കടലിൻ്റെ കരയാണ്. അവിടെയുള്ള കടലാണ് സുയസ് ഉൾക്കടൽ. ആ കടലിൻ്റെ ഭാഗത്തുകൂടെയാണ് മൂസാ നബി അലൈഹിസ്സലാം കടന്നു വന്നിരിക്കുക. കാരണം ആ ഒരു കരയിലൂടെ ഒരു 10-20 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, അത്ര തന്നെ വരില്ല, അപ്പോഴേക്കും നമ്മൾ കരയിലേക്ക് എത്തും. അതായത് കരമാർഗം സീനായിലേക്ക് കടക്കാൻ പറ്റും. അത് ഇങ്ങനൊരു വളഞ്ഞൊരു സ്ഥലമാണത്. അതായത് ഈ വളവിലൂടെയാണ് മൂസാ നബി അലൈഹിസ്സലാം വരേണ്ടിയിരുന്നത്.
ഒരു 5-6 കിലോമീറ്റർ മൂസാ നബി അലൈഹി സ്വലാമിനെ തെറ്റിപ്പോയി. ഇടത്തോട്ട് നടക്കേണ്ടതിന് പകരം നേരെ ഫ്രണ്ടിലോട്ടായിപ്പോയി. അത് കടലിൻ്റെ മുമ്പിലേക്കാണ്. ഒരു ചെറിയ വീതി കുറഞ്ഞ കടലാണ്, എന്നാൽ കര കാണുന്നില്ല. കുറച്ചപ്പുറത്തെ സുയസ് നഗരത്തിൻ്റെ മലകളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഏതായിരുന്നാലും ആ ഒരു ഇടം എന്ന് അടയാളപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ആ ഒരു വലിയ സംഭവത്തിൻ്റെ സാക്ഷ്യമാണ് മുഹറം 9ഉം 10ഉം എന്ന് പറയുന്നത്. വലിയ ഒരു ശത്രുവിൽ നിന്ന് നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചത്. ആ ശത്രുവിനെ അള്ളാഹു തആല തടിയോടെ സൂക്ഷിച്ചു വെച്ചു, ഇന്നും സൂക്ഷിച്ച് കിടക്കുകയാണ് അവിടെ. അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. വിശുദ്ധ ഖുർആനിൻ്റെ വലിയൊരു പ്രഖ്യാപനമല്ലേ അത്. അത് ഇന്നും ലോകത്ത് പച്ചയായിട്ട് ഏത് യുക്തിവാദിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫറോവേ, നിന്റെ ശരീരം ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെക്കാൻ പോവാണ്. ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ശരീരം സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനാണെന്നറിയോ? നിന്റെ ശേഷം വരുന്നവർക്ക് നീ ഒരു പാഠമാവാൻ. അപ്പോൾ ശേഷം വരുന്നവർക്ക് പാഠമാവണമെങ്കിൽ ശേഷമുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആൾ സുരക്ഷിതമായിരിക്കണം. ഇന്ന് ഈജിപ്തിൻ്റെ നാഷണൽ മ്യൂസിയത്തിൽ ഒരു 50 പൗണ്ട് എക്സ്ട്രാ ടിക്കറ്റ് എടുത്താൽ റോയൽ മമ്മി ഹാളിലേക്ക് കടന്നാൽ ഒരുപാട് 10, 17 അല്ലെങ്കിൽ 18 മമ്മിമാർ ഏകദേശം ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് ആൾക്കാരെ പഠനത്തിന് കൊണ്ടുപോകും. എന്നാലും ഫറോവ എന്ന് അറിയപ്പെട്ട റംസീസ് 2ാമൻ്റെ ഡെഡ് ബോഡി ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. തലയിലൊക്കെ ഒരു മഞ്ഞ മുടിയായിട്ട് ഇപ്പോഴും അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ അത്ഭുതമല്ലേ? 21ാം നൂറ്റാണ്ടുകാർക്ക് ഖുർആനെ മനസ്സിലാക്കാൻ ആയിരക്കണക്കിന് സംഭവങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഈ ഒരൊറ്റ സംഭവം മാത്രം പോരെ. അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ആ ഒരു ഒരു കടല് കൂടിച്ചേർന്ന് ആ വെള്ളത്തിൽ അള്ളാഹു മുക്കിക്കൊന്ന ഫറോവ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടിയ രക്ഷയും, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ അന്ധമായിട്ട് അനുസരിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം നമ്മൾ പഠിക്കാനുള്ളത്. അതാണ് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വിഷയങ്ങളിൽ പലർക്കും തെറ്റുപറ്റുന്നതും അവിടെയാണ്. പല വിഷയങ്ങളും നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കും. എന്തുകൊണ്ടെന്നാൽ 99% സത്യമായ ചില വിഷയം 1% നമുക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും നമ്മൾ എന്താ മനസ്സിലാക്കുക? 99 ശരിയെങ്കിൽ ഇതും ശരിയെന്ന് ഉറപ്പ് തന്നെയല്ലേ. സാധാരണക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റൂ, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ. ഖുർആനെ പറ്റിയും ഹദീസിനെ സംബന്ധിച്ചും അത് 100% ശരി തന്നെയാണ് എന്ന് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും. പഠിക്കാത്തവർ ഏതെങ്കിലും സാമ്പിളുകളെ അവർക്ക് എടുക്കാൻ പറ്റൂ. കാരണം പച്ചക്കറി നടത്തുന്നവർ, ഫിഷ് ബിസിനസ് നടത്തുന്നവർ, അരിക്കച്ചവടം നടത്തുന്നവർ, കഫ്തീരിയ നടത്തുന്നവർ, ഇവർക്കൊക്കെ ഖുർആൻ പഠിക്കാൻ സമയം കിട്ടുമോ? ഇല്ലല്ലോ. അവർക്കറിയുന്ന കുറച്ച് നാമ്പുകൾ ഓരോരുത്തർക്കും ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധം അല്ലാഹു തആല മുഅ്ജിസാത്തുകളെ ഓരോരുത്തരുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അത്ഭുതം. ഖുർആനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഖുർആനിൽ എന്തൊക്കെയാണ് പറഞ്ഞാൽ കോൺട്രഡിക്ഷൻസ് ഉണ്ട് എന്നൊക്കെ. ഭയങ്കര അത്ഭുതമാണ്. ഇതൊക്കെ പറയാൻ ഭയങ്കര ധൈര്യം വേണം. അതിൽ ഒരു മുൻഷി പറഞ്ഞത്, ഖുർആൻ ഞാൻ ഉണ്ടാക്കിക്കോളാം, ഒരു ഖുർആന് പകരം ഒരു കിതാബ് നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഉണ്ടാക്കിക്കോളാം വെല്ലുവിളിച്ചിട്ട് ഒരു മുൻഷി തയ്യാറായിട്ടുണ്ട്. അത്തരം മുൻഷിമാരൊന്നുമില്ല. ഖുർആനിൻ്റെ അനന്തരാവകാശ നിയമങ്ങൾ അതുപോലൊരു ആയത്തുണ്ടാക്കി കൊണ്ടുവന്നോട്ടെ, ഇത് മാത്രം മതി. ലൈഫ് ടൈം അധ്വാനിച്ചാലും കിട്ടൂല. ഖുർആൻ്റെ പ്രത്യേകത ഗദ്യവും പദ്യവുമല്ലെന്നാണ്. ഇറ്റ്സ് നീദർ പ്രോസ് നോ പോയട്രി. ഖുർആൻ കാവ്യമല്ല. കാവ്യത്തിന് ചില നിയമങ്ങളുണ്ട്, കവിതകളുടെ സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൽ വെച്ച് നോക്കിയാൽ കവിതയാണോ അല്ലേ എന്ന് മനസ്സിലായി. അതിനാണ് ഇൽമുൽ അറൂദ് എന്ന് പറയാം. ഇൽമുൽ അറൂദിൻ്റെ നിയമങ്ങൾക്ക് ബാധകമാണെങ്കിൽ ആ ഇൽമുൽ അറൂദുമായിട്ട് യോജിച്ച് വരുന്നുണ്ടോ അത് കാവ്യമാണ്. പക്ഷെ ഖുർആൻ കാവ്യമല്ല. എന്നാലോ ഗദ്യമാണോ? ഗദ്യവുമല്ല. എന്നാൽ കാവ്യം പോലെ പാടുകയല്ല, അത് ഓതാൻ കഴിയും, പാരായണം ചെയ്യാൻ കഴിയും. അപ്പോൾ പാരായണം ചെയ്യാൻ കഴിയുന്ന പദ്യവും ഗദ്യവുമല്ലാത്ത ആശയസമ്പുഷ്ടമായത് നമ്മുടെ കേരളത്തിലെ മുൻഷിക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? പക്ഷെ അവരൊന്ന് പരിശ്രമിച്ച് നോക്കിക്കോട്ടെ. അവർ പറയുന്നത് തയ്യാറുണ്ടോയെന്ന് ഞാൻ ഇവിടുന്ന് പറയാണ്. അങ്ങനെ ആരെങ്കിലും അത് അറിയുകയാണെങ്കിൽ അവരോടൊന്നുമില്ല. ഖുർആൻ പറഞ്ഞ അനന്തരാവകാശ നിയമങ്ങൾ അത് മൂപ്പരുടെ ഭാഷയിൽ, മൂപ്പർക്കറിയുന്ന ഒരു ഖുർആനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു ഭാഷയിൽ ഒന്ന് എഴുതിണ്ടാക്കട്ടെ. എന്നിട്ട് നമുക്ക് ജഡ്ജിമാരൊക്കെ വെച്ച് നോക്കാമല്ലോ, പറ്റൂല്ലേ. അത് ഗദ്യമാവരുത്, പദ്യവുമാവരുത്, പാരായണം ചെയ്യാൻ കഴിയുന്നതാവണം. ഇംപോസിബിൾ. ലൈഫ് ടൈം ഇരുന്നാൽ കിട്ടൂല. പക്ഷെ ഇത് എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് ഈ സംഭവത്തിന് ഒരുങ്ങുക. അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനല്ലേ, കോടിക്കണക്കിന് ആളുകളുടെ ബുദ്ധിയെ എന്താ പറയുക, ബെവിൽഡറിങ്, എന്താണിത് എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അത് പരിഭാഷ വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. അത് ഖുർആൻ മനസ്സിലാക്കേണ്ടത് അറബിയിലാണ്, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. പിന്നെന്താ, അതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. അള്ളാഹു ചോദിക്കുകയാണ്, ഈ ഗ്രന്ഥത്തിൻ്റെ ചിലത് നിങ്ങൾ എടുക്കുകയും ചിലതിനെ മറച്ചു വെക്കുകയും ചെയ്യരുത്. ഖുർആൻ യു ടേക്ക് ഇറ്റ് ആസ് എ ഹോൾ. ഖുർആൻ മുഴുവനായിട്ട് പഠിക്കണം. അപ്പോഴേ ഖുർആൻ മനസ്സിലാവും. ഒരു ഭാഗം എടുത്തു, മറ്റേ ഭാഗം മനസ്സിലായി. ഏതാണ് ഇതിൻ്റെ തല, ഏതാണ് ഇതിൻ്റെ വാല്, ഇത് മനസ്സിലാവില്ല.
അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു ഗ്രന്ഥത്തൊക്കെയാണ് എത്ര സിമ്പിളായിട്ട് അള്ളാഹു കഞ്ചാവാന്നൊക്കെ പറയണത്. സുബ്ഹാനല്ലാഹ്. കബുറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരുടെ വായിലൂടെ വരുന്ന ഈ വാക്കൊക്കെ എത്ര വലുതാണ്. അതിനൊക്കെ പടച്ചതമ്പുരാൻ്റെ മീസാനിലേക്ക് എത്തുമ്പോൾ ഈ ചിരിയും കയ്യടിയൊന്നും അവിടെ കിട്ടൂല. അതൊക്കെ ഒന്ന് ഇരുന്ന് മനസ്സിലാക്കിയാൽ തിരിയുന്ന വിഷയം. ആരെങ്കിലും തരുന്ന കാശിന് വേണ്ടിയിട്ടോ ആരുടെയെങ്കിലും സഹായം ആവശ്യമായിട്ടോ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ കുതിര കയറാൻ കുറേ ആൾക്കാർ മുമ്പ് വന്നിട്ടുണ്ട്. അവരൊക്കെ മിസറബിളി ഫെയിൽഡ്. അതൊക്കെ നല്ലതാണ്. ഖുർആനെ സംബന്ധിച്ച് ചർച്ച വരാൻ നല്ലതാണ്. സുബ്ഹാനല്ലാഹ്. വളരെ പരിഹാസ്യമായിട്ട് തോന്നുകയാണ്. വലിയ വെല്ലുവിളിയാന്ന് വിചാരിക്കും. പച്ച നുണകളാണ് ഈ പറയുന്നത് മുഴുവനും. അതാണ് ഇതിൽ അത്ഭുതം. ഈ ബുഖാരി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പോലും നുണയാണ്. ബുഖാരി ഇല്ലാത്ത സംഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത്രയും, അല്ലെങ്കിൽ ബുഖാരിയുടെ വ്യാഖ്യാനം എന്താണ്, അതിൻ്റെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാതെ പച്ചയെ തോന്നിയ പോലെ അങ്ങ് വ്യാഖ്യാനിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ കബുറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞില്ലേ, കബുറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരുടെ വായിലൂടെ വരുന്ന വാക്കിന് എന്തോ ഒരു ഇത്ര വലിയ വാക്കുകളായി പറയുന്നത് എത്ര ഗൗരവമുള്ളതാണ്. യാ അല്ലാഹ്. അള്ളാഹുവർക്കൊക്കെ ഹിദായത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൽബുദ്ധി കൊടുക്കട്ടെ. കാരണം ഇങ്ങനെയൊക്കെ മരിച്ചു പോയാൽ എന്താണ് അവസ്ഥ? പിന്നെ തിരിച്ചു നടക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹു സൽബോധം കൊടുക്കട്ടെ. ഒന്നിരുന്ന് പഠിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ അത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു മുഅ്ജിസത്ത് കൂടിയാണ് ഈ മുഹറത്തിൽ നമ്മൾ ഓർക്കുന്നത്. ഫറോവയുടെ ഡെഡ് ബോഡി അള്ളാഹു സൂക്ഷിച്ചു വെക്കുമെന്ന് പറഞ്ഞത്. ഒരറിയിപ്പ് നമ്മുടെ മവാഖിഫ് അവിടെ ഫൈൻ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞത്. എന്ത് ചെയ്യുക, ഫൈനിട അത് ടിക്കറ്റ് ഇടാത്തവർ ടിക്കറ്റ് ഇട്ടേക്കണം. റെസിഡൻഷ്യൽ പാർക്കിങ്ങിലല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അബുദാബിയിൽ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഇസ്ലാം സെൻറ്ററിൻ്റെ ഈ ലൈനിൽ റെസിഡൻഷ്യൽ അല്ലല്ലോ. ഈ സൈഡ് ആണോ? അല്ല. അപ്പോൾ ഏതായിരുന്നാലും രണ്ട് വിജയമാണ് ഈ മുഹറത്തിലൂടെ നമ്മൾ ആചരിക്കുന്നത്. ഒന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ്, ഹബീബിൻ്റെ ഹിജ്റയുടെ. മറ്റൊന്ന് നബിയുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്തായ ഫൽഖുൽ ബഹർ, സമുദ്രം പിളർന്ന മഹാത്ഭുതത്തെ. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൻ്റെ ഓരോ വർഷവും ആരംഭിക്കുന്നത് ഒരു പുതിയ വിജയത്തിൻ്റെ ഒരു ഭാവി നമ്മുടെ മുമ്പിലേക്ക് കിടക്കുകയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉമ്മത്തു തഫാഉലിൻ, നമ്മൾ ശുഭപ്രതീക്ഷയുടെ ഒരു ഉമ്മത്താണ്. നമ്മൾ വെറുതെ അങ്ങനെ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഈ ഉമ്മത്ത് അതൊക്കെ തരണം ചെയ്യും. അതാണ് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത. ഈ ഉമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ല. അതൊക്കെ വെറുതെ വൃഥാവിൽ അങ്ങ് ആലോചിച്ച് പൈശാചികമായ ചിന്തകളൊക്കെ തലയിൽ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഉമ്മത്തിനെ നിഷ്കാസനം ചെയ്യാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അത് അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ്. ലോക ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എവിടെയൊക്കെ അടിച്ചൊതുക്കിയിട്ടുണ്ടോ അതിനെ ഡബിൾ അങ്ങ് അത് ആളിപ്പടരും. അതാണ് ഈ ഉമ്മത്തിൻ്റെ ഇധർ ഡൂബേ ഉധർ നിക്കലെ, ഉധർ ഡൂബേ ഇധർ നിക്കലെ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഈ ഉമ്മത്തിനുണ്ടായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യരുത്, നിരാശരായി പോകരുത്. ലോകത്തൊരു ചുക്ക് നടക്കാൻ പോകുന്നില്ല. ഞാനൊക്കെ എന്തൊക്കെ ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് വിശ്വസിക്കുന്ന ഒരു ഉമ്മത്തിനെ അല്ലാഹു തആല കൈവിടിയൂല. അൻതുമുൽ അലൗന വ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാനുണ്ടോ നിങ്ങളാണ് ഉയർന്നവർ, നിങ്ങളാണ് ഉന്നതർ, നിങ്ങൾക്കാണ് അല്ലാഹു ഔന്നിത്യം നൽകുന്നത്. ഈമാൻ വിട്ട് കളിക്കരുത്. യുക്തിവാദത്തിലേക്കോ നിരീശ്വരവാദ ചിന്തകളിലേക്കോ നിങ്ങൾ പോകരുത്. ഈമാനിൽ അടിയുറച്ചു നിന്നാൽ നിങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് ഹിജ്റക്ക് പോകുന്ന ആ ഒരു സമയം, മിഅ്റാജ് കഴിഞ്ഞ ഉടനെയാണ്. മിഅ്റാജിൻ്റെ റജബ് കഴിഞ്ഞ് പിറ്റത്തെ റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടക്കുന്നത്. അതാണ് മിഅ്റാജ് ഹിജ്റയും തമ്മിലൊരു ബന്ധമുണ്ട്. മിഅ്റാജിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിലേക്ക് മഹ്ബൂബിലേക്ക് പോയ യാത്രയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്, അല്ലേ? रहे ये के गाम है हिम्मत के लिए अर्शे बरीन कह रही है मुसलमान से मिअराज की रात. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ ജീവിക്കാനും താമസിക്കാനും ഇസ്ലാമിക പ്രബോധനം ചെയ്യാനും കഴിയാതെ വന്നപ്പോൾ നബിയെ അങ്ങ് ഇങ്ങോട്ട് പോരിൻ എന്ന് പറഞ്ഞ് അള്ളാഹു കൊണ്ടുപോയതാണ് മിഅ്റാജ്. ആകാശലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോയത് എന്തിനാണ്? ആശ്വസിപ്പിക്കുക. നമുക്ക് പറയില്ലേ, വിഷമുണ്ടാകുമ്പോൾ നിങ്ങളുടെ കയറി പോര്, ഒരു വിസിറ്റ് അങ്ങ് പോര്, കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് തിരിച്ചു പോയേക്കാം, അല്ലെങ്കിൽ കുറച്ചു നേരം എൻ്റെ അടുത്ത് വന്ന് താമസിച്ചോ. നമ്മളൊരു ആശ്വാസത്തിന് ഒരാൾ അരികത്തേക്ക് വിളിക്കുന്ന പോലെ ആ ഒരു ആശ്വാസത്തിന് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോയത് മിഅ്റാജ്. ആ മിഅ്റാജ് കഴിഞ്ഞ് ഇതാ നബിയെ അങ്ങയെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്, അങ്ങ് വിഷമിക്കരുത്, അങ്ങയെ പൊന്നുപോലെ നോക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട് നബിയെ. അവരാണ് മദീനക്കാർ, അവരാണ് അൻസ്വാരികൾ. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم
വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം വയുഹിബ്ബൂന, അവരിലേക്ക് കടന്നു വന്ന ആളുകളെ സ്വീകരിക്കുകയും അവരുടെ സമ്പത്തും അവരുടെ സമ്പാദ്യവും അവരുടെ കുടുംബവും എല്ലാം സുഹൃത്തുക്കൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത മുഅ്മിനീങ്ങളായ മദീനക്കാരായ ആളുകൾ, അൻസ്വാരികൾ. നബി തങ്ങൾ അതുകൊണ്ടാണ് അവരെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികളെ അന്നാസു ഷിആറും വൽ അൻസാറു ദിഥാർ, അല്ലെങ്കിൽ അന്നാസു ദിഥാറും വൽ അൻസാറു ഷിആർ, ജനങ്ങളൊക്കെ ശരീരത്തിൽ തട്ടി നിൽക്കുന്ന വസ്ത്രം പോലെയാണെങ്കിൽ നിങ്ങൾ മേൽവസ്ത്രമാണ്. ലൗ സലക്കന്നാസു ശഅബൻ വസലക്കൽ അൻസാറു ശഅബൻ ലസലക്തു ശഅബൽ അൻസാർ. ജനങ്ങളൊക്കെ ഒരു മലഞ്ചെരുവിലേക്കും അൻസ്വാരികൾ മാത്രം മറ്റൊരു മലഞ്ചെരുവിലേക്കും പോയാൽ ഞാൻ അൻസ്വാരികളുടെ ആ ചെരുവിലാണ് പോയി താമസിക്കുക എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലൽ ഹിജ്റ ലകുൻതു ഇംറഅൻ മിനൽ അൻസ്വാർ. ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ മക്കക്കാരനായി ജനിക്കുകയും മക്കയിൽ നിന്ന് മദീനത്തേക്ക് വരികയും ചെയ്യണമെന്ന് അള്ളാഹു നിശ്ചയിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനക്കാരനായി ജനിക്കുമായിരുന്നു എന്നാണ് അതിനർത്ഥം. ലൗലൽ ഹിജ്റ ലകുൻതു ഇംറഅൻ മിനൽ അൻസ്വാർ ലകുൻതു റജുലൻ മിനൽ അൻസ്വാർ. അങ്ങനെയൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അൻസ്വാരിയായിട്ട് ജനിക്കുമായിരുന്നു എന്നതിനർത്ഥം. അത്രയും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച ആളുകൾ. തങ്ങൾ വന്നോളൂ നബിയെ, അങ്ങയുടെ മദീനയാണ്. അതുകൊണ്ടാണ് മദീന എന്ന് പറയുന്ന വാക്കിൻ്റെ മുഴുവൻ പേര് മദീനത്തുൻ നബി, റസൂലുള്ളാഹി തങ്ങളുടെ മദീന. അത് തങ്ങളുടെ പട്ടണമാണ്. അങ്ങനെയുണ്ടോ? നമ്മൾ ഒരു നാട്ടുകാർ ആ നാട്ടിലേക്ക് ഒരു അതിഥിയെ വിളിച്ചിട്ട് പറയാ, ഇത് ഞങ്ങളുടെ, ഇത് നിങ്ങളുടേതാണ്, മദീനത്തുൻ നബി, ഇത് ഹബീബെ അങ്ങയുടെ മദീനയാണ് എന്ന് പറഞ്ഞ് നബി തങ്ങളെ ഏൽപ്പിച്ചതാണ് ഹിജ്റ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ ആകാശ ലോകത്തേക്ക്, ഭൂമിയിൽ നിന്ന് ഭൂമിയിലെ ഏറ്റവും നല്ല അഫ്ളലുൽ ബിഖാഇലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിലൂടെ തങ്ങളുടെ ശരീരം സ്വീകരിക്കാൻ പോകുന്ന ഒരു മണ്ണിലേക്ക്, ആ ഒരു മദീനയിലേക്ക് ഹബീബിനെ അള്ളാഹു കൊണ്ടുപോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും നടന്ന മുഹറമാണിത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രത്തിൻ്റെ എല്ലാവിധ സുഹൃതങ്ങളും സമ്മേളിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ മുഹറം മാസം എന്ന് പറയുന്നത്. എല്ലാവിധ നന്മകളും ഒത്തുചേർന്നിരിക്കുകയാണ്. ആ ഹിജ്റ കഴിഞ്ഞ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. പരിശുദ്ധമായ ഹിജ്റ കഴിഞ്ഞ് നിബിധങ്ങൾ, ഇപ്പോൾ ഹിജ്റയാണല്ലോ മുഹറത്തിൻ്റെ അടിസ്ഥാനം. ആ ഒരു പരിശുദ്ധമായ ഹിജ്റ കഴിഞ്ഞ ഉടനെ മദീനയിൽ നടന്നത് മസ്ജിദിൻ്റെ നിർമ്മാണമാണ്. നമ്മൾ ആലോചിക്കണം, അത് ഒരു മസ്ജിദിൻ്റെ നിർമ്മാണമാണ് അവിടെ നടന്നത് എന്നത് വലിയൊരു അത്ഭുതമാണ്. ഒരു മസ്ജിദിൻ്റെ നിർമ്മാണം. സുബ്ഹാനല്ലാഹ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ. ഹിജ്റയുടെ ഡേ 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞത് 1-3 കാരണം അത് റബീഉൽ അവ്വലാണ്. 1-3-01, അതായത് ഹിജ്റ 1. ഹിജ്റ 1 എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെ ഹിജ്റ 1 എന്നാ കൂട്ടുക അല്ലേ? 1-ാം നൂറ്റാണ്ടാണ് ഹിജ്റ 1-0. അപ്പോൾ ഹിജ്റയുടെ 0-1 ഹിജ്റയുടെ 1-ാം വർഷത്തിലെ 3-ാമത്തെ മാസം, അവിടെ ഹിജ്റ വർഷത്തിലെ 3-ാമത്തെ മാസം, അതായത് റബീഉൽ അവ്വൽ, അതിലെ ഡേറ്റ് 1 എന്ന് പറയുന്നത് മസ്ജിദ് ഖുബാഇൻ്റെ ശിലാസ്ഥാപനം നടന്ന ദിവസമാണ്. ആദ്യമായിട്ട് മദീനയിൽ ചെന്ന് നടന്നപ്പോൾ, മദീനയിൽ ചെന്ന ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് തങ്ങളുടെ പ്രവർത്തനം മസ്ജിദാണ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ, ദ ഫസ്റ്റ് ഡേ. നബി തങ്ങൾ കാലെടുത്ത് വെച്ച ആദ്യ ദിവസം സ്ഥാപിക്കപ്പെട്ട പള്ളി, അതാണ് മസ്ജിദ് ഖുബ. ആ ഖുബായിലേക്ക് നബി തങ്ങൾ നടന്നു ചെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചയും അവിടെ ദുഹാ നിസ്കാരത്തിന് വേണ്ടി തങ്ങൾ പോകാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഉംറക്കൊക്കെ പോകുമ്പോൾ ശനിയാഴ്ച മദീനയിലെ സിയാറക്കൊക്കെ വലിയ തിരക്ക് കാണും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിൻ്റെ ചര്യയായിരുന്നു, സുന്നത്താണ്. തങ്ങൾ ശനിയാഴ്ച ദിവസം തങ്ങളുടെ മദീനത്തുൻ നബിയിൽ നിന്ന് മസ്ജിദുൻ നബവിയിൽ നിന്ന് തങ്ങൾ നടന്നു വന്നിട്ട് അവിടെ നിന്ന് തങ്ങൾ ദുഹാ നിസ്കരിച്ചു കൊണ്ടുപോകാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു നിർണായകമായ സംഭവം നടന്നതും ഹിജ്റയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സംഭവം അതാണ്. അപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണ്? നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധമാണ്. അതന്നെ അതിൻ്റെ പ്രശ്നം. നമ്മളും റബ്ബും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം നമ്മൾ ശരിക്കും ഊട്ടി ഉറപ്പിക്കുക. മദീനയുടെ 10 വർഷമാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ വിജയം നിർണ്ണയിച്ചത്. നമ്മൾ ആലോചിക്കണം, ആ ഒരു 10 വർഷം കൊണ്ടാണ് ലോകത്തിൻ്റെ മുക്കുമൂലകളിലേക്ക്, ഈജിപ്തിലേക്ക് മുഖൗഖിസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വഹാബിമാർ പോകുന്നത്, കിസ്റയുടെ കൊട്ടാരത്തിലേക്ക്, കിസ്റ ബിൻ ഹുർമുസിൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വഹാബിമാർ പോകുന്നത്.
അതോടൊപ്പം തന്നെ മലിക്കുൽ ബഹ്റൈൻ അഹ്സാഇൻ്റെ, സൗദി അറേബ്യയിലെ അഹ്സാഇൻ്റെ രാജാവ്, ഖസാസിനുകളുടെ രാജാവ്, അവരുടെ മുമ്പിലേക്ക് സ്വഹാബിമാർ ചെല്ലുന്നത്, റോമൻ ഭരണാധികാരിയുടെ തലവനായ ഭരണാധികാരിയായിരുന്ന ഹിറക്കലിൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വഹാബിമാർ ഹബീബിൻ്റെ കത്തുമായി ചെല്ലുന്നത്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, അതിൻ്റെയൊക്കെ വിജയം കണ്ടത്, അത് നടന്നത്, ആ യാത്ര നടന്നത്, അതിൻ്റെ വിജയം കണ്ടത് എല്ലാം മദീന കാലഘട്ടത്തിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ 10 വർഷം. ആ ഒരു 10 വർഷം കൊണ്ടാണ് ലോകത്തിൻ്റെ മുക്കുമൂലകളിലേക്ക് ഈ ദീൻ പരക്കുന്നത്. അസ്ലിം തസ്ലം അസ്ലിം യുഅ്തികല്ലാഹുൽ അജ്റ മർറതൈൻ. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിൻ്റെ വരികളാണത്. രാജാക്കന്മാർക്ക് അയച്ചു കൊടുത്ത കത്തിൻ്റെ സംക്ഷിപ്തമാണ്. സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ, സന്മാർഗം സ്വീകരിച്ചവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ. അമുസ്ലിമീങ്ങളായ രാജാക്കന്മാർക്ക് തങ്ങൾ കൊടുത്തയച്ച കത്താണത്. എന്നിട്ട് പറഞ്ഞു, അസ്ലിം തസ്ലം, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചുകൂടെ, അത് നിങ്ങളുടെ വിജയത്തിൻ്റെ വഴിയായിരിക്കും. അസ്ലിം യുഅ്തികല്ലാഹുൽ അജ്റ മർറതൈൻ. ക്രിസ്ത്യാനികളും ജൂതന്മാരുമായ ആളുകളോട് നബി തങ്ങൾ അങ്ങനെ പറയാം, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പ്രതിഫലമുണ്ട്. ഒന്ന്, നിങ്ങൾ ഈസാ നബിയെ വിശ്വസിച്ചതിൻ്റെ കൂലി, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയതിൻ്റെ കൂലി. മറ്റൊന്ന്, അന്ത്യപ്രവാചകനായ എന്നെ പിൻപറ്റിയതിൻ്റെ കൂലിയും. അങ്ങനെ 2 പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഒന്നുകിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമും അത് കാരണം കൂടെയുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിക്കും. ഇതിൻ്റെയും 2 പ്രതിഫലവും നിങ്ങൾക്കാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് വളരെ ബ്രീഫ്, ഷോർട്ട് ആൻഡ് സ്ട്രൈറ്റ് ടു ദ പോയിന്റ് തങ്ങൾ അങ്ങനെ പറയാം, അസ്ലിം തസ്ലം. എത്ര വലിയ മനോഹരമായ വാക്കുകളാണത്. ഇസ്ലാം സ്വീകരിച്ചൂടെ, നിങ്ങൾക്ക് വിജയത്തിൻ്റെ വഴി ലഭിക്കും. അസ്ലിം യുഅ്തികല്ലാഹുൽ അജ്റ മർറതൈൻ. നിങ്ങൾക്ക് റബ്ബിൻ്റെ പ്രതിഫലം വേണ്ടേ? തങ്ങൾ എന്താ പറയുന്നത്? ഇസ്ലാം സ്വീകരിച്ചാൽ ഞാൻ വീട് വെച്ച് തരാമെന്നല്ല, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ ഞാൻ നിങ്ങൾ ഗിഫ്റ്റ് തരാമെന്നല്ല. അസ്ലിം യുഅ്തികല്ലാഹുൽ അജ്റ മർറതൈൻ. നിങ്ങൾക്ക് കൂലി ആര് തരും? അള്ളാഹു തരും. അതുകൊണ്ടാണ് നബിയുടെ ദഅവത്തിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ പുകമറ സൃഷ്ടിക്കുന്ന ആളുകൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം. മുത്തുനബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഹബീബ് കോടീശ്വരനല്ല. തങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ ജീവിതത്തിൽ, തങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാവാത്തവർ, അത് മാത്രം പിടിച്ചു നിൽക്കല്ലേ, എന്തെല്ലാം കോടിക്കണക്കിന് സംഭവങ്ങൾ ഹബീബിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. അതൊക്കെ എന്താ ചേർത്ത് വായിക്കാത്തത്? ഇങ്ങനെയൊക്കെ ഈ ഉമ്മത്തിന് ധർമ്മം പഠിപ്പിച്ചു കൊടുത്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഹികമായ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ പുകയുയരാത്ത ദിവസങ്ങളുണ്ടായില്ലേ, മാസങ്ങളുണ്ടായില്ലേ? ആ വീട്ടിൽ നിന്ന് ഹബീബ് യാത്ര പറഞ്ഞ് ഭൂമിയിൽ നിന്ന് ഭൂമിക്കുള്ളിലേക്ക് നബിതങ്ങൾ യാത്ര തിരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് പോകുമ്പോൾ, അവിടുന്ന് നബിതങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല, ബാർലിയുടെ ഒരു കീസാണുള്ളത്, അല്ലേ? അങ്ങനെയാണോ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ ചെയ്യാറുള്ളത്? അങ്ങനെയാണോ ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ചെയ്യാറുള്ളത്? അങ്ങനെയാണോ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങുന്നവർ ചെയ്യുന്നത്? അഷ്റഫുൽ ഖൽഖ് എന്താ പറയാ? ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. നിങ്ങൾക്ക് ഞാൻ ദീൻ പഠിപ്പിച്ചു തരുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അരികത്ത് ഞാൻ വാങ്ങിക്കോളാം. എല്ലാ നബിമാരും അതാ പറയാം. ഹബീബിൻ്റെ കൂടെ കൂടിയ ആളുകളോട് മുഴുവൻ തങ്ങളതാ പറയാ, നിങ്ങൾക്ക് പ്രതിഫലം അള്ളാഹു തരും. നിങ്ങളെ അള്ളാഹുവിൻ്റെ നരകത്തിൽ രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാനുമാണ് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കേണ്ടത്. ആ ഒരു വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നത്, അതിൻ്റെ വിജയം വളരെ വളരെ കാട്ടുതീ പോലെ പടർന്നത് ഹിജറക്ക് ശേഷമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്കുള്ള കാൽവെപ്പിന് ശേഷം തോല അൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. ഒന്ന് പാടി നോക്കല്ലേ, നമ്മൾ പാടുന്ന അറിയുന്ന വരികളാണത്, എപ്പോഴും നമ്മൾ പാടുന്നതാണ്. എന്നാലും അത് മുഹറത്തിലാണ് സ്വഹാബിമ അല്ല, ആ ഒരു റബീഉൽ അവ്വലിൽ മുത്തുനബി തങ്ങളുടെ ഹിജറ നടന്ന സമയത്തല്ലേ അവരൊക്കെ ഇത് പാടിയത്. മദീനയിലെ 10-60,000-ഓളം വരുന്ന ആളുകൾ ഹബീബിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുകയും വെയിലിൽ അതൊരു ജൂൺ ദിവസമായിരുന്നു, ജൂൺ കാലാവസ്ഥയിലാണ്, ജൂൺ മാസത്തിലായിരുന്നു. ആലോചിച്ച് നോക്കിയപ്പോൾ ജൂൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആകെ 2 മാസമല്ലേ ഉള്ളൂ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. എന്തായിരിക്കും അറേബ്യയിലെ ചൂട്? ആ ചൂട് നബിതങ്ങൾ വരുന്നു എന്ന് കേട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിൻ്റെ കൂട്ടുകാരൻ കൂടെയുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ 2 മഹത്തുക്കളെ കാണാൻ വേണ്ടി മദീനയുടെ അതിർത്തികളിൽ നിന്നുകൊണ്ട് പെണ്ണുങ്ങളും കുട്ടികളും പ്രായമായവരുമൊക്കെ കാത്തിരിക്കുകയാണ്. വരുന്നുണ്ടോ? ചിലരൊക്കെ മരത്തിൻ്റെ മീതെ കയറിയിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? ഇല്ല എന്ന് പറയും. കുറേ നേരം കാത്തിരിക്കും. പിന്നെ ആരോ ഒരു ജൂതനാണ് വിളിച്ചു പറഞ്ഞു, ഇതേ കാണുന്നുണ്ടതാ, നിങ്ങളുടെ ആൾ വരുന്നുണ്ടല്ലോ. അപ്പോഴേക്കും കൂട്ടമായ ആളുകൾ ഓടുകയാണ് ഹബീബിനെ സ്വീകരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയൊരു വ്യത്യാസം നോക്കൂ, സുബ്ഹാനല്ലാഹ്. ഒരു നാട്ടുകാരെ കൊല്ലാൻ വേണ്ടി പിന്നാലെ കൂടാ, തല കൊണ്ടുവന്നാൽ 100 ഒട്ടകമുണ്ട് എന്ന് പറഞ്ഞ് പിന്നാലെ. അടുത്ത നാട്ടുകാർ പൂപോലെ നബിയെ, ഇത് അങ്ങയുടെ നാടാണ്, എൻ്റെ വീട്ടിൽ താമസിക്കോ,
എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കോ, എൻ്റെ വീട്ടിൽ അങ്ങ് അന്തി ഉറങ്ങുമോ എന്ന് ആയിരക്കണക്കിന് ആളുകൾ ഹബീബിനോട് ചോദിക്കുന്ന ഒരു രംഗം. തിരിച്ചു പോരുന്നതും തിരിച്ചെത്തുന്നതും ഏത് വ്യത്യാസത്തിലാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു നാട് ഹബീബിനെ വേദനിപ്പിച്ചു, മറ്റൊരു നാട് ഹബീബിനെ കൈകൊടുത്ത് സ്വീകരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് യൗമാനി ലാ അൻസാഹുമാ ഫി ഹയാതി, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും 2 ദിവസങ്ങൾ ഞാൻ മറക്കില്ലെന്ന് പറഞ്ഞ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല യൗമുൻ ദഖല ഫീഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന തനവറത്തിൽ മദീന യൗമ ദഖലഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി തങ്ങൾ മദീനയിലേക്ക് വന്ന ദിവസവും വയൗമുൻ തുവഫിയ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ദിവസവും. ഇത് രണ്ടും എനിക്ക് മറക്കാൻ കഴിയില്ലെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 100 വയസ്സ് വരെ ജീവിച്ച സ്വഹാബിയാണ്. എനിക്കത് മറക്കാൻ കഴിയില്ല. തനവറത്തിൽ മദീന, അന്ന് മദീനക്ക് വെളിച്ചമായിരുന്നു എന്ന് മഹാനായ സ്വഹാബി റളിയല്ലാഹു തആല തലഅൽ ബദ്റു അലൈനാ من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا حبيبنا يا رسول الله. الصلاة والسلام عليك يا حبيبنا يا خير خلق الله. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു സന്തോഷം, ഹബീബിൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. ഹബീബിൻ്റെ ജീവിതത്തിലെ ഏത് സന്തോഷ മുഹൂർത്തങ്ങളും മുഅ്മിനീങ്ങൾക്ക് സന്തോഷമാണ്. ഹബീബിൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളും വേദനകളും നമ്മുടെ വേദനയാണ്, നമ്മുടെ വിഷമമാണ്. ഒരു ഉമ്മത്തിൻ്റെ മനസ്സ് യോജിപ്പിച്ച ഒരു യാത്രയുടെ തുടക്കമാണിത്. ആ യാത്ര അവസാനിച്ചിടത്ത് സ്നേഹമാണ് നബി തങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ആ യാത്ര അവസാനിച്ചിടത്ത് നമ്മുടെ ഹിജ്റ കലണ്ടറിൻ്റെ നിർണായകമായ സംഭവം, ഈ നമ്മുടെ കലണ്ടർ തന്നെ ആരംഭിക്കുന്നത് ഹിജ്റയിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആ ഹിജ്റയിലൂടെ മുത്തനബി തങ്ങൾ ചെയ്തത് എന്താണ്? പാവപ്പെട്ട മുഴുവൻ ആളുകളെയും, അൻസ്വാരികളെ, നിങ്ങൾ മുതലാളിമാരാണ്, നിങ്ങൾ കൃഷിയുള്ളവരാണ്, മക്കയിൽ നിന്നിൻ്റെ കൂടെ വന്ന ആളുകളെ, അവർക്ക് കച്ചവടമുണ്ട് മക്കയിൽ, പക്ഷേ അവിടത്തുകാർ തൊടാൻ വിട്ടിട്ടില്ല. അവരുടെ കയ്യിൽ സമ്പാദ്യമുണ്ട്, വീടുണ്ട്, ഒന്നും എടുക്കാൻ വിട്ടിട്ടില്ല. അവർ തടി കൊണ്ട് ഓടി രക്ഷപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് അവർ പാവങ്ങളാണ്. നിങ്ങൾ അവരെ നോക്കണേ. അതുകൊണ്ട് ഓരോ മുഹാജിറിനെയും ഓരോ അൻസ്വാരിയും ഏറ്റെടുക്കണം. അങ്ങനെ സ്വഹാബിമാരെ ഏറ്റെടുക്കുകയാണ് പരസ്പരം. ഓരോ അൻസ്വാരിയും നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. എത്ര ദിവസം, നിങ്ങൾക്ക് എത്ര കാലം വേണോ അത്രയും. അങ്ങനെ ഓരോ സ്വഹാബിയെയും ഓരോരുത്തർ ഏറ്റെടുക്കുകയാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുത്തത് ഒരു സ്വഹാബിയാണ്. അദ്ദേഹം മദീനയിലെ ടൗണിലൊന്നും വീടില്ല, വീട് കിടക്കുന്നത് ഒരു മലമുകളിലാണ്. കാന യസ്കുനു ഫി അആലിൽ മദീന, മദീനയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡെയിലി മല കയറണം. അങ്ങനത്തെ ഒരു വീട്ടിലെ ആര് കിടന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. വർഷങ്ങളോളം പിന്നെ ഉമർ തങ്ങൾ വീട് വെച്ച് മസ്ജിദ് നബിയുടെ അരികത്തേക്ക് വരുന്നത്. അത്രയും കാലം ഉമർ റളിയല്ലാഹു. നോക്കണം, ഉമർ തങ്ങൾ ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ജഡ്ജിമാരാണ്. ഉമർ തങ്ങളുടെ വല്യാപ്പമാർ, ഉമർ തങ്ങളുടെ കുടുംബം തന്നെ മക്കയിലെ ജഡ്ജിമാരാണ്, ഖുറൈശിയുടെ ചീഫ് ജഡ്ജികൾ. ഫാറൂഖ് തങ്ങളുടെ കുടുംബക്കാരാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമാണ്. ആ ഒരു ചീഫ് ജഡ്ജ് കുടുംബത്തിലെ ഒരാള് മദീനയിലെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ അതിഥിയായി വർഷങ്ങളോളം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒന്നുമില്ല. പിന്നെ നിറയെ കിട്ടിയത് എന്താണ്? സ്നേഹമാണ്. ഒരു നാടിൻ്റെ മുഴുവൻ സ്നേഹം, ഒരു കൂട്ടം ആളുകളുടെ സ്നേഹം. ആ സ്നേഹത്തിലൂടെ കൂടെയുള്ള ആളുകൾ കൂട്ടുകാർക്ക് കച്ചവടം ചെയ്യാൻ പൈസ കൊടുത്തു. അതാണ് അത്ഭുതം. മദീനയിലേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും അൻസ്വാരികൾ എന്ത് ചെയ്തു? കച്ചവടം ചെയ്യാൻ, ബിസിനസ് ചെയ്യാം. കാരണം നബി തങ്ങൾ പറഞ്ഞല്ലോ, അലൈക്കും ബിസ്സൂഖ്, നിങ്ങൾ കച്ചവടം ചെയ്യണം, ബിസിനസ് ചെയ്യണം. ലാ തദഉഹാ ലിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മാത്രം കുത്തകയായി നിങ്ങൾ മാറ്റിക്കാണരുത്. നിങ്ങളും കച്ചവടത്തിനിറങ്ങണം, നിങ്ങളും ബിസിനസ് ചെയ്യണം. റസൂലുള്ളാഹി തങ്ങളോട് ആര് ചോദിച്ചു? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, നബിയെ എൻ്റെ കയ്യിൽ കച്ചവടത്തിന് എന്തുണ്ട് നബിയെ? ആകെ 4 ദിർഹമാണ്. ഈ 4 ദിർഹം കൊണ്ട് വാടക പോയിട്ട് എന്ത് വാങ്ങിക്കാൻ പറ്റും നബി? അതൊന്നും സാരല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങളുടെ കൈ അങ്ങ് നീട്ടിക്കേ. ആ വലത് കൈ നീട്ടിക്കൊടുത്തു. ആ കയ്യിൽ റസൂലുള്ളാഹി തങ്ങൾ കൈവച്ചുകൊണ്ടൊരു ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫീ സഫഖത്തി യമീനിഹി, അല്ലെങ്കിൽ ഫീ സഫഖത്തി യദിഹി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാ കച്ചവടത്തിലും ഈ സഫഖത്ത് ചെയ്തെന്ന് കൈയടിക്കാനാണ്. അതായത് കച്ചവടം ഉറപ്പിക്കുന്നുണ്ടല്ലോ, കൈയടിച്ചിട്ട് കൈ പിടിച്ചിട്ട് ഉറപ്പിക്കല്ലേ, അതിനാണ് ഈ സഫഖത്ത് ചെയ്ത് എന്ന് പറയാം.
ആ കച്ചവടത്തിൽ നിന്ന് അതിൻ്റെ ഉദ്ദേശം, കച്ചവടത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്ന റളിയല്ലാഹു അൻഹു എല്ലാ കച്ചവടത്തിലും അള്ളാഹു നീ ബറക്കത്ത് ചെയ്യണേ. അബ്ദുറഹ്മാൻ ഔഫ് നിങ്ങൾ പറയാം, ആ ഒരു ദുആ കിട്ടിയതിന് ശേഷമേ ഞാൻ മദീനത്ത് കൂടെ പോകുമ്പോൾ ഒരു പാറ കണ്ട വെറുതെ ഒന്ന് മറിച്ചു നോക്കും, എൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. തൊട്ടത് മുഴുവനും വിജയമാണ്. കച്ചവടം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്, അങ്ങനെ കച്ചവടത്തിൻ്റെ ആ ഒരു ലോകം വികസിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകപ്പുറത്ത് സിറിയയിൽ നിന്ന് വസ്ത്രങ്ങളും ഡ്രൈ ഫ്രൂട്ട്സുകളും ഭക്ഷണ സാധനങ്ങളുമായി മദീനയിലേക്ക് വന്ന കച്ചവടക്കാരനായിട്ട് മാറി. അതല്ല അത്ഭുതമല്ലേ? അത് ഹബീബിൻ്റെ ദുആയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ദിർഹം കൊണ്ട കച്ചവടം